പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 30ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആശ്ചര്യമുള്ളൊരു ദിവസമായിരിക്കും. നവംബർ മാസം 21-ാം തീയതി അഭിമന്യ ആലപ്പുഴ രൂപത അധ്യക്ഷൻ എന്നെ കോൺസെക്രേറ്റഡ് വെർജിൻ എന്ന പദവിയിലേക്ക് പ്രതിഷ്ഠാപന പ്രാർത്ഥന നടത്തി. രൂപതയുടെ ചരിത്രത്തിൽ ഒരു സംഭവമായി മാറുകയാണ് ഇന്ന് സമ്പൂർണ്ണ കന്യാത്വത്തിലേക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്ന ജോമോളുടെ ഈ സമർപ്പണം. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ജെസ്സി എന്ന ഒരു അമ്മയുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ജെസ്സി. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ബേലൂർ എന്ന സ്ഥലത്ത് സെൻറ്റ് സേവിയേഴ്സ് ഇടവകാംഗമാണ്. ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം, ഞാൻ മുമ്പത്തെ എപ്പിസോഡുകളിലൊക്കെ പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ദൈവിക വെളിപാടുകൾ, അതുമല്ലെങ്കിൽ ദൈവപിതാവിൻ്റെ നേരിട്ടുള്ള പഠിപ്പിക്കലുള്ള സാക്ഷ്യങ്ങളാണ് മിക്കവാറും ഞാൻ ജീവവചസ്സുകളിൽ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത്. ഈ അമ്മ 2024 ഒരു ഫെബ്രുവരി മാസം മരിയൻ ഉടമ്പടി എടുക്കാൻ വന്ന ആളാണ്. അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു കുഴൽക്കിണർ അടിക്കേണ്ട ആവശ്യം വന്നു. എന്നാൽ അതിനു മുമ്പ് ആ കാര്യത്തിന് ശ്രമിച്ചിട്ട് അന്ന് നടന്നില്ല. കാരണം വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ തന്നെ വന്ന് ആ പ്രദേശം മുഴുവൻ പരിശോധിച്ചിട്ട് ഇവിടെ അടിവെള്ളം കുറവാണ്, അതുകൊണ്ട് കുഴൽക്കിണർ അടിക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞതാണ്. അങ്ങനെ വാട്ടർ അതോറിറ്റി എഴുതി തള്ളിയൊരു വിഷയമാണ് ഈ മകള് മരിയൻ ഉടമ്പടി എടുത്ത് ദൈവപിതാവിൻ്റെ വലിയ ഇടപെടലിന് ഭരമേൽപ്പിക്കുന്നത്. സാക്ഷ്യം തുടരുന്നത് ഇപ്രകാരമാണ്. 14/2/24 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു 2 മാസം ഞാൻ ഉടമ്പടിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടാണ് പോയിരുന്നത്. അങ്ങനെ ഒരു ആസ്തി സ്വന്തമാക്കി. നിങ്ങൾക്കറിയാവുന്നതുപോലെ മരിയൻ ഉടമ്പടിയുടെ വലിയൊരു വാഗ്ദാനം എന്ന് പറയുന്നത് പ്രസൻസ് ആണ്. അത് ഇപ്രകാരമാണ് വചനത്തിലൂടെ നമുക്ക് വെളിവാക്കപ്പെട്ടിരിക്കുന്നത്: ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അത് പുറപ്പാട് 33:14 തിരുവചനമാണ്. എന്തുകൊണ്ടാണ് ദൈവം മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ വരുന്നത്? അതിന് ഒരു ഫാക്ടറുണ്ട്. അത് പുറപ്പാട് 33:17 തിരുവചനമാണ്. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് നടത്തിത്തരും. കാരണം എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിൻ്റെ പ്രീതി നേടുമ്പോഴാണ് ഒരു വ്യക്തിയുടെ കൂടെ ഒരു ദൈവിക സാന്നിധ്യം സഞ്ചരിക്കുന്നത്. അഥവാ ആ ദൈവിക സാന്നിധ്യം ഒരു വ്യക്തിക്ക് തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലൂടെ പ്രകടമായി അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ അമ്മ പറയുന്ന പ്രകാരമാണ് മരിയൻ ഉടമ്പടി ഫെബ്രുവരി മാസത്തിൽ എടുത്തതിന് ശേഷം 2 മാസം വൃത്തിയായി ഉടമ്പടി ചെയ്തപ്പോൾ അടിവെള്ളം കുറവാണ് എന്ന് പറഞ്ഞ് വാട്ടർ അതോറിറ്റിക്കാര് എഴുതി തള്ളിയൊരു വിഷയം, അത് ദൈവപിതാവിനെ ഏൽപ്പിക്കുവാൻ വലിയൊരു പ്രചോദനം ഈ മകൾക്ക് ലഭിക്കുകയാണ്. ഒരു ദിവസം ഈ മകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വചനഭാഗം മകളുടെ ചിന്തയിലേക്ക് വന്നു. അത് പുറപ്പാട് 17:5 തിരുവചനമാണ്. അവിടെ ദൈവമായ കർത്താവ് മോശയോട് ഇപ്രകാരം പറയുന്നുണ്ട്: ജനം കുടിക്കാൻ വെള്ളമില്ലാതെ പിറുപിറുക്കുമ്പോൾ
നീ നദി വിഭജിക്കാൻ ഉപയോഗിച്ച ആ വടി കയ്യിലെടുക്കുക എന്ന്. തുടർന്ന് വചനം സുന്ദരമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. നീ ഇങ്ങനെ വടിയെടുത്ത് ഈ മലമുകളിൽ അടിക്കാൻ പോകുമ്പോൾ ഹൊറേബിലെ മലയിൽ ഞാൻ തന്നെ കയറി നിൽക്കും. നിന്റെ മുമ്പിൽ ഒരു സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഞാൻ തന്നെ നിൽക്കും. ഇപ്രകാരം സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഹൊറേബിലെ മലയിൽ ദൈവമായ കർത്താവ് നിൽക്കുന്നത് കൊണ്ടാണ് മോശ വടിയെടുത്ത് അടിക്കുമ്പോൾ അവിടെ നിന്ന് ജലം പുറപ്പെടുന്നു. ഇവിടെ 2 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഒരു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ പഴയ കാലത്ത് ഇതേപോലുള്ള വിഷമസന്ധികളിലൂടെ കടന്നുപോയ സമയത്ത് ദൈവപിതാവ് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ വൻ കൃപകളെ നമ്മൾ ഓർത്തെടുക്കണം. അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി കൊണ്ടുവരണം. രണ്ടാമതായിട്ട് വചനം നമുക്ക് തരുന്ന ഒരു താക്കീതാണ്, ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതിന് ഉറപ്പുവരുത്താനാണ് ഈ അമ്മ ഉടമ്പടി നിബന്ധനകൾ വൃത്തിയായി വെള്ളം ചേർക്കാതെ പാലിച്ച് വരുന്നത്. ഇപ്രകാരം മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം പാലിച്ച് ദൈവത്തെ കൂടെ നിർത്തിയിരിക്കുന്നത് കാരണം ഈ അമ്മയ്ക്ക് വചനം ലഭിക്കുന്നത് പുറപ്പാട് 17 അതായത് വടി കയ്യിലെടുക്കുക. പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 17 അധ്യായത്തിലെ മോശ ഇസ്രായേൽ ജനതയെ നയിക്കുന്ന സമയത്ത് വെള്ളം കിട്ടാതെ അവരെ ഇത്തിരി ബഹളം വെച്ചു. മോശയോട് വഴക്കായി. മോശ കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞത്, ഞാൻ ഹോറേബ് മലയിൽ നിൽക്കും. നീ മോശയോട് നദിയിലടിക്കാൻ ഉപയോഗിച്ച വടിയും കൊണ്ടുവന്ന് നീ മലയിൽ പാറമേൽ 2 പ്രാവശ്യം അടിക്കുക. മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം പ്രയോഗിക്കാൻ ഒരുപാട് വടികൾ, അതുമല്ലെങ്കിൽ ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കൾ നമുക്കുണ്ട്. അതിൽ ഈ മകൾ ഉപയോഗിക്കുന്ന വിശ്വാസ പ്രയോഗ നേർച്ച വസ്തു എന്നുള്ളത് ഉടമ്പടി ഉപ്പാണ്. ഒരു ചൊവ്വാഴ്ച ദിവസം അവിടെ കുഴൽക്കിണർ കുത്താൻ ആൾക്കാർ വന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങൾക്ക് അറിയാവുന്നതുപോലെ മരിയൻ ഉടമ്പടി ധ്യാനം നടക്കുന്ന ഒരു വലിയ ദിവസമാണ്. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാവരോടും ഇവിടെ നിന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും ആ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കണം, ഷെയർ ചെയ്യണമെന്നൊക്കെ. അതിൻ്റെ കാരണം ദൈവമായ കർത്താവ് കൃപാസനത്തിൻ്റെ മുകളിൽ നിന്ന് ദൈവത്തോട് സംസാരിച്ച് ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടുന്ന വലിയൊരു സമയമാണ് ഈ ഓരോ മരിയൻ ഉടമ്പടി ആരാധനാ സമയവും. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ടുള്ള അങ്ങനെ ഒരു നിർദ്ദേശം നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്രകാരം മരിയൻ ഉടമ്പടി ധ്യാനമൊക്കെ കൂടി ഈ കുഴൽ കിണറിന് സമീപം നിന്ന് മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ജലം ഉയർന്നു വരുന്നതായിട്ട് ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി. ഞാൻ പ്രാർത്ഥിച്ച് മുട്ടമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ച് കുഴലിൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഉടനെ ഈ ഒപ്പെടുത്ത് ഓടി ചെന്നു ഒപ്പെടുത്ത് ഞാൻ കുഴലിലേക്ക് ഇടട്ടേയും ചോദിച്ചു പണിക്കാരോട്. അപ്പോൾ അവർ പറഞ്ഞു ആ കുഴലിലേക്ക് എന്നെ ഇട്ടോളാൻ. ഞാൻ ആ ഉപ്പ് കുഴലിൽ ഇട്ടതും ഉടനെ ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ആ 2-3 പിള്ളേരാണ്, അവർ ഞെട്ടി, ഞാനും ഞെട്ടി. അത് കഴിഞ്ഞ് ആ ശബ്ദത്തോട് കൂടിയിട്ട് ഒരു ഫൗണ്ടൻ പ്രവർത്തിക്കണ പോലെ ചുറ്റും വെള്ളം അങ്ങോട്ട് ഉയരത്തിൽ ഒരു പൈപ്പെന്ന് പറഞ്ഞ പോലെയല്ല, ഒരു നല്ല വലിയ ഫൗണ്ടൻ വർക്ക് ചെയ്യണ പോലെ വെള്ളം അങ്ങോട്ട് ഇഷ്ടപ്രകാരം വെള്ളം മുകളിലേക്ക് വന്ന് അത് വലിയൊരു ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമാണെന്ന് ഈ മകൾ പൊടുന്നനെ തിരിച്ചറിയുകയാണ്. യെശയ്യാ 45:2 തിരുവചനം അനുസരിച്ച്, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ ദൈവിക സാന്നിധ്യം മുമ്പേ പോകുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൊറേബിലെ അടിക്കാൻ പോകുന്ന മലമുകളുടെ മുമ്പിൽ ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ആ ഒരു അനുഭവം ഈ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ അമ്മ ചെയ്ത പ്രകാരം വെള്ളം ഉയരുന്ന ഒരു ശബ്ദം കേട്ട മാത്രയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മരിയൻ ഉടമ്പടി ഉപ്പ് എടുത്ത്
ഈ കുഴൽ കിണറിൻ്റെ തൊട്ടടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കിണർ കുത്തുന്നവർ പറഞ്ഞു, അമ്മ ഇത് അകത്തോട്ടിട്ടോളാൻ പറഞ്ഞു. അകത്തോട്ട് ഇട്ട മാത്രയിൽ പൊടുന്നനെ ഒരു പാറ പൊട്ടുന്നത് പോലുള്ള ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്. എപ്രകാരമാണ് ഒരു ഫൗണ്ടെയിനിൽ നിന്ന് വെള്ളം പൊങ്ങിച്ചാടുന്നത്, അപ്രകാരം അവിടെ നിന്ന് വെള്ളം ധാരയായി ഒരു ഫൗണ്ടെയിൻ കണക്കെ ഒഴുകാൻ തുടങ്ങി എന്നാണ് അമ്മ ശക്തമായ വിശ്വാസ സാക്ഷ്യവുമായി അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഒരുപാട് വചനങ്ങൾ പഴയ നിയമത്തിലെ എൻ്റെ മനസ്സിലൂടെ ഓടി വന്നു. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. പുറപ്പാട് 33, 14, 17 തിരുവചനങ്ങൾ. ദൈവം കൂടെ വരാൻ, കൂടെ നിന്ന് നമ്മളെ വിജയത്തിലെത്തിക്കാൻ നമ്മൾ ആദ്യം തന്നെ നേടിയെടുക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രീതി തന്നെയാണ്. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും നിന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ നിനക്ക് ചെയ്തു തരാം, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഒരു സമർപ്പണ ജീവിതവുമായിട്ട് സംബന്ധിച്ച് അഭിമന്യ പിതാവ് ഏറ്റവും അടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന ചില ദിവസങ്ങളായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ദൈവപിതാവ് തോന്നിച്ചു ഇപ്രകാരം. അതായത് ഡിസംബർ 7 എൻ്റെ ഈ ഒരു സമ്പൂർണ്ണ കന്യാത്ത സമർപ്പണ പ്രതിഷ്ഠാപന കർമ്മം ആലപ്പുഴ രൂപതയിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. ഒരു ദിവസം പ്രാർത്ഥനാ മധ്യേ ദൈവപിതാവ് എന്നോട് പറഞ്ഞു, ജോമോളെ നവംബർ 21 നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനത് നോട്ട് ചെയ്തു. നവംബർ 21 ദൈവമാതാവിൻ്റെ സമർപ്പണ തിരുനാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കെ എൻ്റെ ആത്മീയ പിതാവായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ മുറിയിൽ കയറുമ്പോൾ അച്ഛനും ഇത് എന്നോട് പറഞ്ഞു, ജോമോളെ ഡിസംബർ 7 നമ്മുടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന ദിവസമാണ്, പക്ഷേ ഇത് നേരത്തെ ചെയ്യാൻ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സന്ദേശമാണ് ദൈവപിതാവ് നൽകിയത്. പിന്നീട് ഞങ്ങൾ ഈ തീരുമാനം അഭിമന്യ ആലപ്പുഴ രൂപത അധ്യക്ഷനെ ഉടനെ തന്നെ അറിയിച്ചു. പിതാവ് അതിന് സമ്മതം മൂളി. പിന്നീടാണ് അറിയുന്നത്, നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഇപ്പം അറിഞ്ഞു കാണും, അതായത് ഞങ്ങളുടെ പിതാവ് തന്നെയാണ് കൊച്ചി രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി സേവനം അനുഷ്ഠിക്കുന്നത്, ചുമതലകൾ നിർവഹിച്ചു പോരുന്നത്. അപ്പോൾ നമ്മുടെ കൊച്ചി രൂപതയിലെ പുതിയ മെത്രാൻ്റെ സ്ഥാനാരോഹണ കർമ്മം നടക്കുന്നത്, അതായത് മെത്രാൻ പദവിയിലോട്ട് ഉയർത്തപ്പെടുന്ന ആ ഒരു വലിയ ശുശ്രൂഷ നടക്കുന്നത് ഡിസംബർ 7 തീർച്ചയായിട്ടും ഞങ്ങളുടെ ആലപ്പുഴ രൂപത അധ്യക്ഷനാണ് അവിടുത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത് കൊണ്ട് തന്നെ പിതാവ് ആ ദിവസം അവൈലബിൾ ആയിരിക്കില്ല. അപ്പം ഈ ഒരു സന്ദേശം ദൈവപിതാവ് മുൻകൂട്ടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു സമ്പൂർണ്ണ കന്യാത്ത സമർപ്പണത്തിലേക്കുള്ള സഭയുടെ ഔദ്യോഗിക പ്രതിഷ്ഠാപന പ്രാർത്ഥനയും അതിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളും നവംബർ 21 നടത്തപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പ്രകാരമാണ്, അതായത് ദൈവത്തിൻ്റെ പ്രീതി നമ്മൾ സ്വന്തമാക്കിയാൽ ദൈവം മുൻകൂട്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഈ ഒരു വിഷയം ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഡിസംബർ 7 എന്നുള്ളത് വീണ്ടും നീണ്ടുപോകും. തീർച്ചയായിട്ടും പിന്നീട് വരുന്നത് ഡിസംബർ 8 അമലോത്ഭവ തിരുനാളുണ്ട് മാതാവിൻ്റെ. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു നവംബർ 21 പരിശുദ്ധ ദൈവമാതാവിൻ്റെ സമർപ്പണത്തിൻ്റെ ദിവസം തന്നെ ആലപ്പുഴ രൂപതയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കന്യാത്ത സമർപ്പണ ജീവിതത്തിലേക്ക്, കോൺസെക്രേറ്റ് വെർജിൻ എന്ന പദവിയിലേക്ക് ഈ മരിയൻ സമർപ്പണ ദിനം തന്നെ ഞാൻ ഉയർത്തപ്പെടണം എന്നുള്ളത് സ്വർഗത്തിൻ്റെ ഒരു വലിയ തീരുമാനമായിരുന്നു. അതിന് ഞാൻ ഒരുപാട് ദൈവപിതാവിന് നന്ദി പറയുന്നു. നിങ്ങൾ എന്നെ ഈ പുതിയൊരു വേഷത്തിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും എനിക്കതിൻ്റെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതൊരു ദൈവപിതാവിൻ്റെ വലിയൊരു കരുണയും കരുതലുമാണ്. കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ 2012 എൻ്റെ ശുശ്രൂഷ ജീവിതം കൃപാസനത്തിൽ ആരംഭിക്കുന്നത്. നീണ്ട 13 കൊല്ലക്കാലം ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോഴെല്ലാം എനിക്ക് ദൈവപിതാവ് ശക്തമായ ഒരു ഉറപ്പ് നൽകിയിരുന്നു. അത് എന്നെ തൊട്ടറിയുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു, 2025 നിൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന വർഷമായിരിക്കും. ഇത് ദൈവപിതാവ് എനിക്ക് നേരത്തെ നൽകിയൊരു സന്ദേശമാണ്. അപ്പോൾ ആ സന്ദേശം തന്നെയാണ് പൂവണിഞ്ഞത്. തക്ക സമയത്ത് ദൈവപിതാവ് എന്നെയും ഉയർത്തിയത്.
അതായത് ഒരു സമർപ്പണ ജീവിതത്തിൽ ഒരു കന്യകയായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയാണ് ഈ ഒരു പ്രതിഷ്ഠാപന പ്രാർത്ഥനയിലൂടെ എനിക്ക് ലഭിച്ചത്. അത് ദൈവപിതാവിൻ്റെ വലിയൊരു കരുണയാണ്. എൻ്റെ യോഗ്യത നോക്കാതെ ദൈവപിതാവും ദൈവമാതാവും കൂടെ നിന്ന് എനിക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ്. ഞാൻ ഇന്നത്തെ സാക്ഷ്യത്തിൽ വിശകലനം ചെയ്തത് ജെസ്സി എന്ന ഈ ഒരു മകളുടെ സാക്ഷ്യമാണ്. അതായത് ഉത്തരം കിട്ടാത്ത ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ വചനത്തിലൂടെ വചനം പറഞ്ഞുകൊണ്ട്, അതായത് പുറപ്പാട് 17 തിരുവചനം എടുത്തുകൊണ്ടാണ് ദൈവപിതാവ് ഈ മകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ വചനം വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന വടി എന്നുള്ളത് ഉടമ്പടി ഉപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പ്രീതി ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം ചെയ്യുന്നതിലൂടെ നേടിയെടുത്ത മകൾ ആ ഉടമ്പടി ഉപ്പുമായി കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനം കൂടി ഉടമ്പടി ഉപ്പ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവപിതാവ് വലിയൊരു അടയാളം കാണിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളം പൊന്തി വരികയാണ്, തുടർന്ന് പാറ പൊട്ടി ജലം ഒഴുകുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതേപോലുള്ള വലിയ അനുഭവങ്ങൾ ഉണ്ടാകും. ഒന്ന് മാത്രമേ ഉള്ളൂ, പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ ദൈവ പിതാവ് വചനങ്ങൾ കൈമാറുമ്പോൾ, ദൈവിക ഇടപെടലിൻ്റെ വലിയ രഹസ്യങ്ങൾ കൈമാറുമ്പോൾ തൽക്ഷണം തന്നെ ആമേൻ പറയുവാൻ, തൽക്ഷണം തന്നെ വചനത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ശക്തനായവൻ്റെ വലിയ കാര്യങ്ങൾ ദൈവപിതാവിന് ചെയ്യാൻ കഴിയും. അതിനാണ് നമുക്ക് ഈ മരിയൻ ഉടമ്പടി നിബന്ധനകളൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മളെ തന്നെ എളിമപ്പെടുത്തി കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞ പുറപ്പാട് 33:17 അനുസരിച്ച് നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ചെയ്തു തരണമെന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം അത് നമുക്ക് നടത്തി തരണം. നമ്മൾ ദൈവത്തിൻ്റെ പ്രീതി സ്വന്തമാക്കണം. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ജീവിതത്തിലെ കീറാമുട്ടിയായ ഓരോ വിഷയങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ മരിയന് ഉടമ്പടിയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിബന്ധനകൾ, അത് വെള്ളം ചേർക്കാതെ കൂടുതൽ വിശ്വസ്തയോടെ ദൈവസ്നേഹത്തോടെ ചെയ്യുന്നത് വഴി ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിച്ച് എത്രയും വേഗം വലിയ ദൈവിക ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷികളായി തക്ക സമയത്ത് ഉയർത്തപ്പെടുവാൻ ദൈവപിതാവേ പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആവേ മരിയ.